Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ പൂട്ടിക്കിടന്ന വീടിന്റെ ജനൽ തകർത്ത് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന 17 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിലെ സുരഭി നഗറിലെ മടത്തുംപടി ഹൌസിൽ രമേശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മഴക്കൊപ്പമെത്തിയ ഇടിമിന്നലിൽ പടന്ന എടച്ചാക്കൈ ഭാഗങ്ങളിൽ വ്യാപക നാശം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ. തെങ്ങുകൾക്കും മറ്റ് കാർഷിക വിളകൾക്കും നാശം. ഏത് പ്രതിസന്ധികളിലും കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് കരുത്തുറ്റ നേതൃത്വമാണെന്നും കേരളത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും ഡോക്ടർ ടി.എം. തോമസ് ഐസക് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ മെഗാ ജോബ് ഫെയർ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. സംസ്ഥാന സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂരിൽ പൂട്ടിക്കിടന്ന വീടിന്റെ ജനൽ തകർത്ത് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന 17 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ സുരഭി നഗറിലെ മടത്തുംപടി ഹൌസിൽ രമേശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പയ്യന്നൂർ സുരഭി നഗറിൽ പൂട്ടിക്കിടന്ന വീടിന്റെ ജനൽ തകർത്ത് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന 17 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിസിടിവിയുടെ DVR ഉൾപ്പെടെ മോഷ്ടാവ് കൊണ്ടുപോയിരുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സുരഭി നഗറിലെ മടത്തുംപടി ഹൌസിൽ രമേശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ആശുപത്രി ആവശ്യവുമായി രമേശനും കുടുംബത്തിനും മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നതിനാൽ ഞായറാഴ്ച മുതൽ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മൊബൈലിൽ ലിങ്ക് ചെയ്തിരുന്ന വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ സംശയം തോന്നിയ വീട്ടുകാർ ഉച്ചകഴിഞ്ഞ് 3:30 വീട്ടിലെത്തിയപ്പോഴാണ് കിടപ്പുമുറിയുടെ ജനൽ തകർത്ത നിലയിൽ കാണുന്നത്. അലമാരയും മേശയും കുത്തിത്തുറന്ന നിലയിലുമായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 17 പവൻ സ്വർണ്ണാഭരണങ്ങളും 5000 രൂപയും നഷ്ടമായത് വ്യക്തമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇടിമിന്നലേറ്റ് പടന്ന എടച്ചാക്കായ് ഭാഗങ്ങളിൽ വ്യാപക നാശം. വളർത്തുപോത്ത് മിന്നലേറ്റ് ചത്തു. വീടുകൾ തകരുകയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു. പടന്ന പഞ്ചായത്തിലെ എടച്ചാക്കൈ 12-ാം വാർഡിലെ വാഴപ്പള്ളി മുഹമ്മദ് കുഞ്ഞിയുടെ വീടിന് ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ മുന്നിലെ ഓഫീസ് മുറിയുടെ ചുമർ ഇടിമിന്നലിൽ തകർന്നു. വീട്ടുവളപ്പിൽ കെട്ടിയിരുന്ന 2 വയസ്സുള്ള പോത്ത് മിന്നലേറ്റ് ചത്തു. കിടപ്പുമുറിയിലെ എയർ കണ്ടീഷണർ, 2 ഫാനുകൾ, ഇൻവെർട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ കത്തിനശിച്ചു. രാത്രിയിലാണ് സംഭവം. മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യയും മക്കളും ചെറുമക്കളും വീടിനകത്തുണ്ടായിരുന്നു. പടന്ന ടൗണിനടുത്തുള്ള താഴെ പാറക്കടവ് റോഡിലെ കർഷകൻ PK മുഹമ്മദ് കുഞ്ഞിയുടെ വീടിന്റെ കാർപോർച്ചിന്റെ തൂൺ ഇടിമിന്നലിൽ തകർന്നു. വീട്ടിലെ 5 ഫാനുകളും AC-യും ട്യൂബ്ലൈറ്റുകളും കത്തിനശിച്ചു. സംഭവം നടക്കുമ്പോൾ വീടിന്റെ കിടപ്പുമുറിയിൽ ഇരിക്കുകയായിരുന്ന മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യ സുബൈദയും മാതാവ് കുഞ്ഞാമിനിയും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. മിന്നലിൽ മുറിയിലെ ഫാനിന്റെ ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. വീടിന്റെ വൈദ്യുത മീറ്റർ ബോർഡിലെ ഫ്യൂസുകൾ പൊട്ടിത്തെറിച്ചു. വീട്ടുമുറ്റത്തെ തെങ്ങ് തീപിടിച്ച് കത്തി. 3 കവുങ്ങുകളും കരിഞ്ഞു. ജനപ്രതിനിധികളും റവന്യൂ, മൃഗസംരക്ഷണ വകുപ്പ്, പഞ്ചായത്ത്, വൈദ്യുതി ബോർഡ് അധികൃതർ വീടുകൾ സന്ദർശിച്ചു. അങ്ങനെ ഞാൻ വരുമ്പോൾ ഇവിടെ ലൈറ്റൊന്നും കാണില്ല. ഒരു തെങ്ങും പോയി, 3 കഴുങ്ങ്, പില്ലർ
ആറ് കുറച്ചുണ്ടായി പില്ലർ അയക്കി അടിച്ചിട്ട് അതിൽ കുറച്ച് കീറിയിട്ട് ഇഷ്ടികയിൽ പുറത്തേക്ക് വന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഏത് പ്രതിസന്ധികളിലും കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് കരുത്തുറ്റ നേതൃത്വമാണെന്ന് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. കേരളത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ മെഗാ ജോബ് ഫെയർ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭ്യസ്തവിദ്യരായ ആളുകളുടെ എണ്ണത്തിൽ കേരളം ഏറെ മുന്നിലാണ്. എന്നാൽ ഇവർക്ക് മുഴുവൻ തൊഴിൽ നൽകാൻ സാധിക്കുന്നില്ല. ഇതിന് പരിഹാരം കാണാനുള്ള പ്രവർത്തനം സർക്കാർ നടത്തിവരുന്നുണ്ട്. സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള പദ്ധതിയും നടപ്പിലാക്കുമെന്നും വിജ്ഞാന കേരളം സംസ്ഥാന അഡ്വൈസർ ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിന്റെ ഒരു കരുത്തായിട്ട് മാറി. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളം പകക്കില്ല. കാരണം നമുക്ക് നല്ലൊരു നേതൃത്വം മോളിൽ മാത്രമല്ല താഴത്തോട്ടും. അത് വെള്ളപ്പൊക്കം വന്നപ്പോഴും ദീപം വന്നപ്പോഴും പിന്നെ കോവിഡ് വന്നപ്പോഴൊക്കെ ലോകം കണ്ടതാണ്. അപ്പൊ ഇന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് പെരുമയ്ക്കുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് ക്ഷീണം. നമ്മളെ കളിയാക്കാൻ എല്ലാവരും പറയണതാണ്. ഒരു നിയമം തന്നെ ജോലി കിട്ടുന്നേക്കാൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ അധ്യക്ഷത വഹിച്ചു. മുൻ എം.എൽ.എ. ടി.വി. രാജേഷ്, കെ. സുനിൽകുമാർ, ഡി. വിമല, കെ. രതി, രത്നാകരൻ, എം. സുർജിത്ത്, കെ. പത്മനാഭൻ, ജിതേഷ് കണ്ണപുരം, എസ്.കെ.പി. സഖറിയ, താവം ബാലകൃഷ്ണൻ, എം.കെ.പി. ഷുക്കൂർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ മെഗാ ജോബ് ഫെയർ ബ്ലോക്ക് പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണം നടന്നു. വിജ്ഞാന കേരളം സംസ്ഥാന അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ മെഗാ ജോബ് ഫെയർ ബ്ലോക്ക് പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണം വിജ്ഞാന കേരളം സംസ്ഥാന അഡ്വൈസർ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന പഞ്ചായത്ത് തീരുമാനിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ പഠിച്ചത് പറഞ്ഞതാണ്. MSc ബയോടെക്നോളജി, അതിൽ മുന്തിയ നോട്ടാണ് ഇൻഫോർമാറ്റിക്സ്. എന്നിട്ട് ഹരിതകർമ്മസേനയിൽ ജോലി ചോദിച്ചു വന്നിരിക്കുകയാണ്. ചോദിച്ചു ഇതുവരെ എന്താ ഈ വേറെ നല്ല ജോലിക്കൊന്നും പോഞ്ഞ് കല്യാണമായി കുട്ടിയായി ഇപ്പം ഇവനെ സ്കൂളിൽ വിടാം, അപ്പോൾ ഇനിയിപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന് ചോദിച്ചത്. മണ്ണുത്തിയിലാണ് ഉണ്ടാവും. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എം. സുർജിത്ത് വിശദീകരണം നൽകി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എഫ്. അലക്സാണ്ടർ, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. രാമചന്ദ്രൻ, പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി.എം. ഉണ്ണികൃഷ്ണൻ, കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം.വി. സുനിൽകുമാർ, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. ലേജു, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. പ്രാർത്ഥന, രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ഷൈമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിജ്ഞാന കേരളം ബ്ലോക്ക് കോർഡിനേറ്റർ ഡോക്ടർ രവി രാമന്തള്ളി സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മോഹനൻ കെ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കണ്ടോത്ത് ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന സെക്രട്ടറി എം.കെ. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാം ജില്ലാ സമ്മേളനം പയ്യന്നൂർ ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന സെക്രട്ടറി എം.കെ. പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൃത്യസമയത്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യിക്കാവുന്ന രീതിയിലേക്ക് അത് പിന്നെ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇന്നും ശരിയായ ദശയിലെത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ
ഈ സംഘടനാ സമ്മേളന കാലഘട്ടങ്ങളിൽ വിശദമായി ചർച്ച ചെയ്യപ്പെടാനും ജില്ലാ പ്രസിഡന്റ് കെ വി ബാലൻ പതാക ഉയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സുന്ദരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ കുമാരൻ, എ കെ ശ്രീധരൻ, കെ വി പുഷ്പജൻ, കെ വി ബാലൻ, ഓമന പി കെ, പ്രവീൺ കെ വി, ലീല പി പി തുടങ്ങിയവർ സംസാരിച്ചു. 33 ഏരിയകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 350 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുകിട കച്ചവടക്കാരെയും സാധാരണ തൊഴിലാളികളെയും തീരാ ദുരിതത്തിലാക്കുന്ന വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ വ്യാപാരം പൂർണ്ണമായി നിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കണമെന്നും ആഗോള ഭീമന്മാരായിട്ടുള്ള വൻകിട കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളം ഏറെ ആകർഷകമാണ്. താമരകൾ കാണുവാനും ചിത്രീകരിക്കുവാനുമായി ദൂരദിക്കുകളിൽ നിന്നു പോലും ആളുകൾ ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. ചെന്താമരകൾ സംരക്ഷിക്കാൻ മാത്രമായി ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച കുളം എന്ന അത്യപൂർവതയും ഉദിനൂർ ക്ഷേത്രത്തിനുണ്ട്. കത്തുന്ന ചൂടിലും കണ്ണിനു കുളിരേകുന്ന താമരവസന്തം കാണാൻ ഒട്ടനവധി പേരാണ് എത്തിച്ചേരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന കുളം നശിച്ചതോടെ സംസ്ഥാന സർക്കാരിന്റെ തീർത്ഥാടക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാസ്തുശില്പ ഭംഗിയോടെയുള്ള കുളം നവീകരിച്ചത്. വേനൽ കടുത്തതോടെ താമരകൾ നശിക്കാതിരിക്കാൻ ക്ഷേത്ര ജീവനക്കാർ കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് സംരക്ഷിക്കുന്നത്. വയലിന്റെ മധ്യത്തിലൂടെയുള്ള ക്ഷേത്രപാലക ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന വഴി കടന്ന മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ വടക്കുഭാഗത്തായാണ് കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളമുള്ളത്. മനോഹരമായ ക്ഷേത്രക്കുളങ്ങളും കാവുകളും എണ്ണിയാലൊടുങ്ങാത്ത വൈവിധ്യങ്ങളുമായി ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരം ഏറെ വർഷങ്ങളായി ഫോട്ടോ വീഡിയോ ഷൂട്ടിനുള്ള ഇഷ്ടകേന്ദ്രമായി മാറിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കു പുറമെ ദക്ഷിണ കർണാടകയിൽ നിന്നും നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. വിവാഹ സീസണിൽ ദിവസേന 4-5 കല്യാണ സംഘങ്ങളാണ് ഫോട്ടോ വീഡിയോ ഷൂട്ടിനായി ഇവിടെ എത്തിച്ചേരുന്നത്. വിവാഹം കൂടാതെ പിറന്നാൾ, റീലുകൾ, ഹ്രസ്വചിത്രങ്ങൾ എന്നിവയുടെ ലൊക്കേഷനായും ക്ഷേത്ര പരിസരം മാറിക്കഴിഞ്ഞു. ഫോട്ടോ വീഡിയോ ചിത്രീകരണത്തിന് തിരക്കേറിയതോടെ ക്ഷേത്രത്തിലെ പ്രധാന വരുമാന മാർഗമായും ഇത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തിൽ 40,000 രൂപയാണ് ഈ ഇനത്തിൽ മാത്രം ക്ഷേത്രത്തിന് ലഭിച്ചത്. പഴയ ഒരു കുളം നിർമ്മിച്ച് അതിമനോഹരമായി കെട്ടിലും നല്ല ഭംഗിയോടുകൂടി ചെന്താമരകൾ സംരക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംരക്ഷിച്ചു വരുന്ന ഇവിടെയുള്ള തീർച്ച അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ജീവനക്കാരാണ്, അവരുടെ പരിപാലനമാണ് ഈ ചെന്താമരക്കുളം സംരക്ഷിക്കപ്പെടുന്നത്. ഇനിയും നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിച്ച് നാടിനെക്കാലവും യശസ്സുയർത്താൻ ഇതിന് കഴിയണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പടിഞ്ഞാറേ നടയിലെ പുരാണ നിർമ്മിതികളോടെയുള്ള പടിപ്പുരകളും സംരക്ഷിത സ്മാരകമായ കൊട്ടാരവും പരിസരവും ഫോട്ടോഷൂട്ടിന് തിരഞ്ഞെടുക്കുന്നവർ ഏറെയാണ്. വിശാലമായ ക്ഷേത്രവളപ്പ് പ്രയോജനപ്പെടുത്തി വിവിധോദ്ദേശ പദ്ധതികൾ ആലോചിച്ചാൽ തീർത്ഥാടക ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് മുന്നിലുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭാ കൗൺസിൽ യോഗം ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവൃത്തികൾ നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. പൊട്ടിപ്പൊളിഞ്ഞ ഗതാഗതയോഗ്യമല്ലാതായി തീർന്ന പയ്യന്നൂർ നഗരസഭയിലെ പഴയ ബസ് സ്റ്റാൻഡിന്റെയും അനുബന്ധ റോഡിന്റെയും ടാറിംഗ് പ്രവൃത്തി നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് നടത്തിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. പുതിയ സാമ്പത്തിക വർഷത്തിൽ യഥാവിധിയായുള്ള നടപടിക്രമങ്ങൾക്ക് കാലതാമസം നേരിടുന്നതിനാലും മഴക്കാലം എത്തുന്നതിനു മുൻപേ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതിനാലും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയും അടിയന്തര പ്രാധാന്യത്തോടെയാണ് പഴയ ബസ് സ്റ്റാൻഡ് നവീകരണം നടത്തിയതെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഈ മഴയ്ക്ക് മുമ്പേ 1.5 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഈ വർഷം, ഈ സാമ്പത്തിക വർഷം ലഭിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു മണ്ഡലത്തിന് മാത്രമായിട്ട് പ്രത്യേകം പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പറ്റില്ല. മൊത്തം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ള നില വന്നപ്പോഴാണ് നമുക്ക് ആ വർക്കിന് വേണ്ടി ഈ സാമ്പത്തിക വർഷം 20 ലക്ഷം രൂപ നമ്മൾ പദ്ധതിയുടെ ഭാഗമായിട്ട് വീണ്ടും വെക്കുന്ന നില ഉണ്ടായത്. അതിൻ്റെ ASഉം ജില്ലാ പഞ്ചായത്തിൻ്റെ അനുമതിയും നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ DPC അംഗീകാരം ഏപ്രിൽ മാസം തന്നെ നമുക്ക് കിട്ടുകയുണ്ടായി. അത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ
ഇപ്പോൾ ടാറിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് എല്ലാ വർക്കുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 2018 റേറ്റ് മാറി 2021 റേറ്റ് പ്രകാരമാണ് ഇനി എല്ലാ എസ്റ്റിമേറ്റുകളും തയ്യാറാക്കേണ്ടത്. ചെയർപേഴ്സന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും ഇത് നഗരസഭാ കൗൺസിലിനെ നോക്കുകുത്തിയാക്കുന്ന നടപടിയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. 30 ലക്ഷം അടങ്കൽ തുക ചിലവ് വരുന്ന ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷമാണ് കരാറുകാരൻ എസ്റ്റിമേറ്റ് നൽകിയതെന്നും യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് പഴയ ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവൃത്തി നടത്തിയതെന്നും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും പ്രതിപക്ഷം അറിയിച്ചു. നഗരസഭയിലെ പഴയ ബസ് സ്റ്റാൻഡും അനുബന്ധ റോഡിൻ്റെയും നിർമ്മാണ പ്രവൃത്തി 30 ലക്ഷം രൂപയോളം എസ്റ്റിമേറ്റ് വരുന്ന ഒരു പ്രവൃത്തി എസ്റ്റിമേറ്റ് ഇല്ലാതെ, ടെൻഡർ ഇല്ലാതെ, കരാറുകാരനുമായി എഗ്രിമെൻ്റ് ഒപ്പുവെക്കാതെ വാക്കാൽ ഒരു സ്വന്തക്കാരായിട്ടുള്ളൊരു കരാറുകാരന് പ്രവൃത്തി ഏൽപ്പിക്കുകയും അത് ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ പാലിക്കാതെ നടത്തുകയും ചെയ്തത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ പയ്യന്നൂർ നഗരസഭയിലല്ലാതെ ഇത്തരം പ്രവൃത്തികൾ മറ്റൊരു സ്ഥലത്ത് നടക്കുകയില്ല. ഇത് നഗരസഭാ കൗൺസിലിനെ നോക്കുകുത്തിയാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. നഗരസഭയിൽ അവതരിപ്പിച്ച് നഗരസഭാ കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടി നടക്കേണ്ട ഒരു പ്രവൃത്തി തന്നിഷ്ടം പോലെ കോൺട്രാക്റ്റുകാരന് കോൺട്രാക്റ്റ് കൊടുക്കുകയും 30 ലക്ഷം രൂപയോളം വരുന്നൊരു എസ്റ്റിമേറ്റ് നാളെ കരാറുകാരൻ വെച്ച് നീട്ടിയാൽ അത് കണ്ണുപൂട്ടി ഒപ്പിട്ട് കൊടുക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്കാണ് നഗരസഭ പോയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി റെസ്റ്റ് ഹൌസിന് 4 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ അധീനതയിലുള്ള നിലവിലെ കെട്ടിടം സംരക്ഷിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. നിരവധി സഞ്ചാരികൾ എത്തിച്ചേരുന്ന ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറ, ചൂട്ടാട്, വയലപ്പുറ ടൂറിസം, മലബാർ റിവർ ക്രൂയിസ് ടൂറിസം, പെറ്റ് സ്റ്റേഷൻ, മാടായിക്കാവ്, മാടായിപ്പള്ളി എന്നിവയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് താമസിക്കുന്നതിന് സൗകര്യമൊരുക്കുന്നതിന് ആധുനിക രീതിയിലുള്ളതും കൂടുതൽ പേർക്ക് താമസിക്കാൻ പാകത്തിലുള്ളതുമായ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4 കോടി രൂപ ബജറ്റിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു VIP റൂം, മീറ്റിംഗ് ഹാൾ, ഡൈനിംഗ് ഹാൾ, റീഡിംഗ് റൂം, കെയർടേക്കർ റൂം എന്നിവയും 1-ാം നിലയിൽ ഒരു VIP മുറിയും 5 മുറികളും 2-ാം നിലയിൽ 4 മുറികളും ഉൾപ്പെടെ 1055.17 സ്ക്വയർ മീറ്ററിലാണ് പുതിയ കെട്ടിടം ഒരുക്കുന്നതെന്നും MLA അറിയിച്ചു. ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായും എം വിജിൻ MLA അറിയിച്ചു. മാടായിൽ ഒരു റെസ്റ്റ് ഹൗസ് എന്നത് ദീർഘകാലത്ത് ഈ നാടിൻ്റെ ആവശ്യമാണ്. കാരണം മാടായിപ്പാറയും മാടായിക്കാവും അങ്ങനെ നിരവധി ഭക്തജനങ്ങളും ടൂറിസ്റ്റുകളുമാണ് നമ്മുടെ മണ്ഡലത്തിൽ വന്നു പോകുന്നത്. പക്ഷെ നമുക്കുള്ള പരിമിതി നിലവിലുള്ള മാടായി റെസ്റ്റ് ഹൗസ് അതിമനോഹരമാണെങ്കിലും 2 മുറികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ബജറ്റിൽ 4 കോടി രൂപ നമ്മുടെ ഗവൺമെന്റ് മാടായി റെസ്റ്റ് ഹൗസിനായി അനുവദിച്ചത്. നമ്മളിപ്പോൾ അതിന്റെ ഡിസൈൻ വർക്ക് ഉൾപ്പെടെ പൂർത്തീകരിച്ച് ഗവൺമെന്റ് അനുമതി എല്ലാം പൂർത്തിയാവുകയാണ്. വളരെ വേഗതയിൽ തന്നെ അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിലേക്കുള്ള ടെൻഡർ ഉൾപ്പെടെ നടപടിക്രമത്തിലേക്ക് കടക്കുകയാണ്. നിലവിലുള്ള നമ്മുടെ അതിപുരാതനമായ നമ്മുടെ റെസ്റ്റ് ഹൗസ് 2 മുറികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയത് പണിയാൻ വേണ്ടി പോകുന്നത്. പുതിയതിൽ 10 മുറികൾ, അതിൽ 2 VIP റൂമുകളും 8 മുറികളും അതിനകത്തുണ്ടാകും. അതോടൊപ്പം തന്നെ അതിനകത്ത് പ്രത്യേകമായ ഒരു മിനി ഹാൾ നമ്മൾ സംവിധാനം ഒരുക്കുന്നുണ്ട്. കിച്ചണുണ്ട്. എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള അതിവിപുലമായ ഒരു റെസ്റ്റ് ഹൗസ് ആണ് 4 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാൻ പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ അഭിമാനം കാത്ത സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ മാർച്ചും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ, പിലിക്കോട് ശാഖകളുടെ നേതൃത്വത്തിലാണ് കാലിക്കടവിൽ നിന്നും നടക്കാവ് യുദ്ധസ്മാരകത്തിലേക്ക് മാർച്ച് നടത്തിയത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പിലിക്കോട് ശാഖ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ മാർച്ചിൽ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും മുദ്രാവാക്യം വിളികളോടെയാണ് പങ്കെടുത്തത്. തുടർന്ന് തൃക്കരിപ്പൂർ നടക്കാവിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു.
സൈനികരും കുടുംബാംഗങ്ങളും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ശാഖാ സെക്രട്ടറി KTV ഗിരീശൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃക്കരിപ്പൂർ ശാഖാ പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, സെക്രട്ടറി TP മുകുന്ദൻ, ലതാ ബാബു, പിലിക്കോട് ശാഖാ പ്രസിഡന്റ് K കൃഷ്ണൻ നായർ, പിലിക്കോട് ശാഖാ വനിതാ പ്രസിഡന്റ് P ബേബിക്കുട്ടി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ രണ്ടാം ദിനത്തിൽ ICF ചെന്നൈയും ഇൻകം ടാക്സ് ബാംഗ്ലൂരുവും തമ്മിൽ വനിതകളുടെ പോരാട്ടം നടന്നു. പുരുഷ വിഭാഗം മത്സരത്തിൽ കേരള പോലീസും കൊച്ചി കസ്റ്റംസും തമ്മിൽ ഏറ്റുമുട്ടി. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ രണ്ടാം ദിവസം ICF ചെന്നൈയും ഇൻകം ടാക്സ് ബംഗളൂരുവും തമ്മിലുള്ള പോരാട്ടമാണ് നടന്നത്. എതിരില്ലാത്ത 3 സെറ്റുകൾക്ക് ചെന്നൈ ICF വിജയിച്ചു. ഇരു ടീമുകളും ആദ്യ സെറ്റിൽ കളനിറഞ്ഞു കളിച്ചപ്പോൾ 25-22 ICF ചെന്നൈ ആദ്യ സെറ്റ് നേടി. രണ്ടാം സെറ്റിൽ ആക്രമണവും പ്രതിരോധവുമായി ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാടി തുല്യ പോയിന്റുമായി മുന്നേറി. ഇൻകം ടാക്സിന്റെ പ്രതിരോധങ്ങൾ നിഷ്പ്രഭമാക്കി രണ്ടാം സെറ്റും 25-19 പോയിന്റിന് ICF ചെന്നൈ നേടി. മൂന്നാം സെറ്റിൽ ഇൻകം ടാക്സ് പോരാട്ടം ശക്തമാക്കിയപ്പോൾ ICF പിറകോട്ട് പോയി. പിന്നീട് ICF ഇൻകം ടാക്സിനെ 24 പോയിന്റിൽ പിടിച്ചു നിർത്തി മുന്നേറ്റം നടത്തി. 26-24 പോയിന്റുമായി ICF മൂന്നാം സെറ്റും നേടി. പുരുഷ വിഭാഗം മത്സരത്തിൽ കേരള പോലീസും കൊച്ചി കസ്റ്റംസുമായുള്ള മത്സരം നടന്നു. സ്മാഷുകളിലൂടെ ഇരു ടീമുകളും കാണികളെ ആവേശഭരിതരാക്കി. ആദ്യ സെറ്റിൽ കസ്റ്റംസിനു വേണ്ടി സെറ്റർ ഹാരിസ് സുർമിയും കൗണ്ടർ അറ്റാക്കർ ജോർജ് ആന്റണിയും ഓൾറൗണ്ടർ റഹീമും പ്രതിരോധ നിരയിൽ അൻവർ ഷായും വിഷ്ണുവും ഫോമിലേക്ക് ഉയർന്നതോടെ ആദ്യ സെറ്റ് 23-നെതിരെ 25 പോയിന്റ് നേടി കസ്റ്റംസ് സ്വന്തമാക്കി. പോലീസിനു വേണ്ടി ജിബിനും ഇക്ബാലും എറിനും സുനിലുമെല്ലാം കളനിറഞ്ഞു കളിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈശ്വർ പയ്യന്നൂർ രചിച്ച കത്തിമുനയിലെ ആകാശക്കീറ് പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. കരിവെള്ളൂർ മുരളി ഉദ്ഘാടനവും പ്രകാശന കർമ്മവും നിർവഹിച്ചു. ഈശ്വർ പയ്യന്നൂർ രചിച്ച കത്തിമുനയിലെ ആകാശക്കീറ് പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പയ്യന്നൂരിൽ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ കരിവെള്ളൂർ മുരളി പ്രകാശന കർമ്മം നിർവഹിച്ചു. മാധവൻ പുറച്ചേരി പുസ്തകം സ്വീകരിച്ചു. പല കൂട്ടായ്മകളുടെയും ഒരു വലിയ ഇഴയെടുപ്പം പ്രത്യക്ഷത്തിൽ കാണാനുണ്ട്. ഞാനും ഒരിക്കൽ വന്നിട്ടുണ്ട്. 82-ലെ ബാച്ചിന്റെ മാത്തിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനത്തിൽ. അതുപോലെ പയ്യന്നൂർ ഡയറീസ്, പുരോഗമന കലാസായ സംഘം, ഈശ്വരന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് ഇതുപോലൊരു വേദി ഉണ്ടാക്കുന്നു എന്നത് തന്നെ ഒരു പുസ്തക പ്രകാശനത്തിന്റെ സദസ്സ് അത് പ്രക്ഷേപിക്കുന്ന അതിൻ്റെ അന്തർഗതങ്ങൾ എല്ലാം പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിന്റെ ഔപചാരികമായ പ്രകാശനം നിർവഹിച്ചതായി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ചടങ്ങിൽ TP ഭാസ്കര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. എതിർദിശ സുരേഷ് പുസ്തക പരിചയം നടത്തി. AC ശ്രീഹരി, വസന്ത രവി, ശിവപ്രസാദ് ഷേണായി, ദാമോദരൻ വെള്ളോറ, പ്രമോദ് അടുത്തില, ജയനാരായണൻ, സുജിത് ഭാസ്കർ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ജോൺസൺ പുഞ്ചക്കാടിന്റെ പുല്ലാങ്കുഴൽ ഗാനാലാപനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 73 വർഷത്തെ പഴക്കമുണ്ട് കരിവെള്ളൂർ ദേശീയപാതയിലെ പഴയ പാലത്തിന്. 1952-ൽ വെള്ളൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഈ പാലത്തിന് കരിവെള്ളൂരിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട്. 7 പതിറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള കഥകൾ ഓർമ്മിപ്പിച്ച് കരിവെള്ളൂർ പാലത്തറയിലെ പഴയ പാലം ഇപ്പോഴും തലയുയർത്തി നിൽക്കുകയാണ്. കാലത്തിന്റെ അനിവാര്യമായ മാറ്റത്തിൽ ദേശീയപാതയിൽ പുതിയ പാലം വരുമ്പോഴും പഴയ പാലത്തിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നുമില്ല. 1952-ലാണ് ദേശീയപാതയിൽ വെള്ളൂർ പുഴ എന്നും കൂടി അറിയപ്പെടുന്ന കുണിയൻ പുഴയ്ക്ക് കുറുകെ ആദ്യമായി ഈ പാലം നിർമ്മിക്കുന്നത്. അതിനു മുൻപ് കരിവെള്ളൂരുകാർ പുഴ കടന്നു നടന്നാണ് പയ്യന്നൂരിലെത്തിയിരുന്നത്. തെക്കുനിന്നും ആളുകൾ വന്നാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. അങ്ങനെ വന്നെത്തിയ ഒരാളാണ് കരിവെള്ളൂരിലും മറ്റും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആദ്യമായി വിതറിയതെന്നും പറയപ്പെടുന്നു. ഏതായാലും
ഈ പാലം വന്നതിന് ശേഷമാണ് കരിവെള്ളൂരിൽ ആദ്യമായി കാറും വാനും ബസ്സുമൊക്കെ എത്തിയത്. അങ്ങനെ കരിവെള്ളൂരിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് ഈ പാലത്തിന്. ഒരുപക്ഷെ നമ്മൾ അറിയാത്ത ഒരുപാട് കഥകൾ ഈ പാലത്തിന് പറയുവാനുണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ ബസാർ പലിയേരി കോവൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു. ഗതാഗത യോഗ്യമല്ലാതായിട്ട് തന്നെ മാസങ്ങളായി. ദിവസേന ധാരാളം വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. കരിവെള്ളൂർ ബസാർ പലിയേരി കോവൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് മാസങ്ങളായി. പലിയേരി മുതൽ കരിവെള്ളൂർ ബസാർ വരെയുള്ള ഭാഗമാണ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര ഇപ്പോൾ ദുരിതപൂർണമാണ്. പാടം തുടങ്ങുന്ന ഭാഗത്ത് കുറച്ച് ഭാഗം താഴ്ന്നു പോയിട്ടുമുണ്ട്. കരിവെള്ളൂരിൽ നിന്ന് ചീമിനിയിലേക്കെത്താനുള്ള എളുപ്പമാർഗം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഉപയോഗിക്കുന്നവർ ഏറെയാണ്. പ്രസിദ്ധമായ പലിയേരി മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. കരിവെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും നോർത്ത് സ്കൂളിലേക്കും അംഗനവാടിയിലേക്കും പോകേണ്ടതും ഈ റോഡ് വഴി തന്നെയാണ്. ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൂക്കാനത്ത് നിന്നും കൊടക്കാട്ടു നിന്നും ധാരാളം പേർ ദിവസേന ആശ്രയിക്കുന്നത് ഈ റോഡ് തന്നെയാണ്. എത്രയും വേഗം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ പൂട്ടിക്കിടന്ന വീടിന്റെ ജനൽ തകർത്ത് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന 17 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിലെ സുരഭി നഗറിലെ മടത്തുംപടി ഹൌസിൽ രമേശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മഴക്കൊപ്പമെത്തിയ ഇടിമിന്നലിൽ പടന്ന എടച്ചാക്കൈ ഭാഗങ്ങളിൽ വ്യാപക നാശം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ. തെങ്ങുകൾക്കും മറ്റ് കാർഷിക വിളകൾക്കും നാശം. ഏത് പ്രതിസന്ധികളിലും കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് കരുത്തുറ്റ നേതൃത്വമാണെന്നും കേരളത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും ഡോക്ടർ ടി.എം. തോമസ് ഐസക് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിൻ മെഗാ ജോബ് ഫെയർ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. സംസ്ഥാന സെക്രട്ടറി എം.കെ. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.